ജൂൺ 25 UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിലാദ്യത്തത് കേരളയുടെ പേര് കേരളം എന്നാക്കി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒരു പ്രമേയം പാസ്സാക്കി, റെസൊല്യൂഷൻ പാസ്സാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിൻ്റെ പേര് മാറ്റുന്നത്, അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ വാർത്തയിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ ഭരണഘടനയിൽ കേരളത്തിൻ്റെ പേര് കേരള എന്നുള്ളത് കേരളം എന്നാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനാ അമെൻമെൻറ്റ് വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കേരള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒരു റെസൊല്യൂഷൻ, ഒരു പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രമേയം മുഖ്യമന്ത്രിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 3 പ്രകാരമാണ് ഇത്തരത്തിൽ സ്റ്റേറ്റിൻ്റെ പേര് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രമേയം കൊണ്ടുവന്നിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രമേയം മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് അത് പ്രൊസീജിയർ കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം വീണ്ടും ആ പ്രമേയം കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ പ്രകാരം ഫോളോ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്റ്റേറ്റിൻ്റെ പേര് മാറ്റുന്നതിനുള്ള പ്രൊസീജിയർ എന്താണെന്ന് നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 3ഉം 4 ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 3ഉം 4ഉം പ്രകാരമാണ് നമ്മൾ ഒരു സ്റ്റേറ്റിൻ്റെ പേര് മാറ്റാൻ വേണ്ടി പറ്റും. അതിന് പാർലമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. കാരണം ഭരണഘടനയിൽ അമെൻമെൻറ്റ് ചെയ്യണം. ഈവൻ ദോ സിമ്പിൾ മെജോറിറ്റി പ്രകാരമാണ് അമെൻമെൻറ്റ് എങ്കിൽ പോലും ഭരണഘടനയിൽ പേര് മാറ്റാനുണ്ട്. സ്വാഭാവികമായിട്ടും അതിന് ആർട്ടിക്കിൾ 3-4 അമെൻമെൻറ്റ് വേണം. ആർട്ടിക്കിൾ 3 പറയുന്നത് വെച്ചാൽ ഇന്ത്യൻ പാർലമെൻറ്റിന് അധികാരം നൽകുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു സ്റ്റേറ്റുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബൗണ്ടറികൾ അൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിയമനിർമ്മാണം, പ്രത്യേകിച്ചും ഭരണഘടനയിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റുകളുടെ പേരുകൾ മാറ്റേണ്ടത് എന്നുള്ളത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 കൃത്യമായിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർട്ടിക്കിൾ 3 പ്രകാരം അതുപോലെ തന്നെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 പ്രകാരവും നമുക്ക് കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പാർലമെൻറ്റിൽ അതൊരു ബില്ലായിട്ട് പാസ്സാവണം. സോ ഈ ഒരു ബില്ല് എന്ത് ചെയ്യേണ്ടതായിട്ട് പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട്. പക്ഷേ പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പ്രസിഡന്റിൻ്റെ റെക്കമെൻഡേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ പ്രസിഡന്റിൻ്റെ റെക്കമെൻഡേഷനോട് കൂടി മാത്രമാണ് ഒരു ബില്ല് പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ആക്ച്വലി പ്രസിഡന്റിൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആ ബില്ല് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് അയച്ചു കൊടുക്കും. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ ആ ബില്ലിൻ്റെ മേലെ പറയും. കാരണം സ്റ്റേറ്റിനെ സംബന്ധിച്ചൊരു ബില്ലാണല്ലേ, സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ താല്പര്യം എന്താണ്, അഭിപ്രായം എന്താണെന്ന് പ്രസിഡന്റ് അറിയും. അതിനുശേഷം മാത്രമാണ് പ്രസിഡന്റ് ബില്ല് റെക്കമെൻഡ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യം, പ്രസിഡന്റ് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് ഈ ബില്ല് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ആ ബില്ലിൻ്റെ മേലെ സ്റ്റേറ്റ് അസംബ്ലിയുടെ വ്യൂസ് ബൈൻഡിങ് ഒന്നും അല്ല എന്ന് ഓർത്ത് വെക്കണം. സ്റ്റേറ്റ് അസംബ്ലി ആ ബില്ല് വേണ്ടാന്ന് പറഞ്ഞാലും പ്രസിഡന്റിന് ബില്ലിനെ റെക്കമെൻഡ് ചെയ്യാം, വേണമെന്ന് പറഞ്ഞാലും പ്രസിഡന്റിന് ബില്ല് റെക്കമെൻഡ് ചെയ്യാം. ജസ്റ്റ് അഭിപ്രായം അറിയാൻ ചോദിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രസിഡന്റ് എന്താണ് അത് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ പാർലമെന്റിലേക്ക് വരും എന്നോർത്ത് വെക്കുക. പാർലമെന്റിന് മുന്നിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അഭിപ്രായം ബെസ്റ്റ് അറിവിന് വേണ്ടി മാത്രമാണെന്ന് കൂടി ഓർത്ത് വെക്കണമായിരുന്നു. അതിനുശേഷം ഇല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് വിട്ടു, അവരതിന് മേലെ റെസ്പോണ്ട് ചെയ്യുന്നില്ല എങ്കിൽ ഒരു നിശ്ചിത പീരീഡിന് ശേഷം ബില്ല് വീണ്ടും പാർലമെന്റിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുകൂടി ഓർത്തു വെക്കണമായിരുന്നു. അതിനുശേഷം പാർലമെന്റിൽ ബില്ല് പാസ്സാക്കണം. സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കിയാൽ മതി. അതായത് പ്രസന്റ് ആയിട്ടുള്ള ആൾക്കാരിൽ 50% ആൾക്കാർ അംഗീകരിച്ചാൽ മതി. സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കിയിട്ട് പ്രസിഡന്റിന്റെ അപ്രൂവലിന് വിടും. പ്രസിഡന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് ആക്റ്റായി മാറും, സ്റ്റേറ്റിന്റെ പേര് മാറും എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പോൾ നിലവിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പ്രമേയം പാസ്സാക്കിയത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കാനുണ്ടത്രേ എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രസിഡന്റ് ഫൈനലി പാർലമെന്റിൽ പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പിട്ടെങ്കിൽ മാത്രമാണ് സ്റ്റേറ്റിൻ്റെ പേര് മാറുക എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഏകദേശം പ്രൊസീജിയർ ആയിട്ടുള്ളത്. ഒരു ബ്രീഫ് ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ടെന്നോ ആർട്ടിക്കിൾ 3ഉം 4ഉം പഠിക്കുമ്പോൾ ഈ പ്രൊസീജിയർ കുറച്ചുകൂടി കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നതുമാണ്. അടുത്തത് മണിപ്പൂർ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ടാണ്. മണിപ്പൂർ കോൺഫ്ലിക്റ്റും അതിൻ്റെ നിലവിലത്തെ സാഹചര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി നമുക്ക് നോക്കാം എന്താണ് ഇഷ്യൂ എന്നുള്ളത്. ഏകദേശം മണിപ്പൂരിൽ കോൺഫ്ലിക്റ്റ് തുടങ്ങിയിട്ട്, പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തിന് മേലായി. 221ഓളം മരണങ്ങളും 50,000-ഓളം ആൾക്കാർ ഡിസ്പ്ലേസ് ചെയ്തതായിട്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈവൻ
ആദ്യം പ്രശ്നം ഉണ്ടായ സ്ഥലത്ത് മാറി ഇപ്പോൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ജിരിബാം തുടങ്ങിയിട്ടുള്ള ഡിസ്ട്രിക്റ്റുകളിലേക്ക് പോലും ഈ ഒരു പ്രശ്നം എക്സ്റ്റെൻഡ് ചെയ്ത് പോയി. ഇന്ന് അവിടെ ഒരുപാട് എക്സോഷൻസും അബ്ഡക്ഷൻസും തട്ടിക്കണ്ടോലും ഒക്കെ നടക്കുന്നുണ്ട്, ഒരുപാട് അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ആംഡ് മിലിറ്ററി അല്ലെങ്കിൽ മിലിറ്റന്റിന് ആയുധമേന്തിയ പട്ടാളക്കാരുടെ സാന്നിധ്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ സാന്നിധ്യവും ഈ സിറ്റുവേഷനെ വേഴ്സൺ ചെയ്യുന്നുണ്ട് എന്നാണ് ഓതർ ഇവിടെ പറയുന്നതായിട്ടുള്ളത്. എന്നാൽ ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് യൂണിയൻ ഗവൺമെൻറ് കാര്യമായിട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു ക്രിറ്റിസിസമാണ് ഓതർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റിൽ ഈ ഒരു സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡന്റ് റൂളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇമ്പോസ് ചെയ്തില്ല എങ്കിൽ പോലും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 355 ഇമ്പോസ് ചെയ്ത പോലെ പട്ടാള ഭരണമൊക്കെയാണ് അവിടെ നടത്തുന്നതെന്നാണ് ഈ ഒരു ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് അവിടെ സെയിം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെയും അവിടുത്തെ എക്സിക്യൂട്ടീവിനെയും നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ സെൻട്രൽ ഗവൺമെൻറ് അവരുടെ മിലിറ്ററി ഉപയോഗിച്ചുകൊണ്ട് ഭരണം നടത്തുവാണ് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. ഈവൻ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ പോലും പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല എന്നും ഈ ഒരു വിഷയത്തിനൊരു സൊല്യൂഷൻ കാണാൻ പ്രധാനമന്ത്രി റെഡി ആയിട്ടില്ല എന്നുള്ളത് പോലും സ്വാഭാവികമായിട്ടും ഇവിടെ വലിയ ക്രിറ്റിസിസത്തോടു കൂടിയായിട്ടാണ് നമ്മുടെ ഓതർ പറയുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും റീസെൻ്റ് ആയിട്ട് ഒരു മീറ്റിംഗ് അവിടുത്തെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു മീറ്റിംഗ് സെൻട്രൽ ഗവൺമെൻറ് വിളിച്ചെങ്കിൽ പോലും അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഒഫീഷ്യൽസിനെ വിളിച്ചു എന്നല്ലാതെ ചീഫ് മിനിസ്റ്ററെ, അതായത് മണിപ്പൂരിൻ്റെ ചീഫ് മിനിസ്റ്ററെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുകൂടി ഓർത്തു വെക്കണമെന്ന്. അതായത് യൂണിയൻ ഗവൺമെൻറ് ഈ ഒരു വിഷയത്തിൽ കാര്യമായിട്ടുള്ള താല്പര്യം കാണിക്കുന്നില്ല എന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇന്നബിലിറ്റിയെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നിട്ടുള്ളത്. അതായത് അവിടെയുള്ള ഈ ഒരു എത്നിക് ബയാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്നാണ് ഓതർ പറയുന്നതായിട്ടുള്ളത്. അതേസമയത്ത് അവിടുത്തെ റീസെൻ്റ് ആയിട്ട് നടന്ന ലോക്സഭാ ഇലക്ഷനിൽ അവിടുത്തെ വോട്ടേഴ്സ് വളരെ എതിർപ്പോട് കൂടിയിട്ട് ഒരു സ്ട്രോങ് മെസ്സേജാണ് സെൻറ്ററിന് അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടികൾക്ക് നൽകിയതെന്നാണ് ഈ ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നത്. കാരണം റീസെൻ്റ് ആയിട്ടുള്ള ജനറൽ ഇലക്ഷന് ഇവിടെ ഭരിക്കുന്ന BJPക്ക് എതിരായിട്ടുള്ളൊരു വികാരം പ്രതിഫലിക്കപ്പെട്ടു. ഓപ്പോസിഷൻ ആയിട്ടുള്ള കോൺഗ്രസിന് നല്ല വിജയം അവിടെ ലഭിക്കുകയും ചെയ്തു. ഈവൻ ഇന്നർ ഔട്ടർ മണിപ്പൂരിൽ പോലും വലിയ വിജയമാണ് നേടാൻ പറ്റിയതെന്നും ഓതർ പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ ഒരു വിഷയത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ഇടപെടൽ അത്ര പോരാ എന്നുള്ളൊരു ക്രിറ്റിസിസമാണ് നമുക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇതിൽ ആർട്ടിക്കിൾ 355 മെൻഷൻഡ് ആണ്, ഓർത്ത് വെക്കണം. നമ്മൾ എമർജൻസി പ്രൊവിഷൻസിൽ പഠിക്കുന്നതാണ്. അതായത് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി യൂണിയൻ ടു പ്രൊട്ടക്ട് സ്റ്റേറ്റ്സ് അഗെയിൻസ്റ്റ് എക്സ്റ്റേണൽ അഗ്രഷൻ ആൻഡ് ഇന്റേണൽ ഡിസ്റ്റർബൻസ്. ഒരു സംസ്ഥാനത്തിൻ്റെ പുറത്തു നിന്ന് അക്രമം ഉണ്ടായിക്കഴിഞ്ഞാലോ സംസ്ഥാനത്തിന് അകത്ത് അക്രമം ഉണ്ടായിക്കഴിഞ്ഞാലോ അതിൽ നിന്നും സ്റ്റേറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് യൂണിയൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് ആർട്ടിക്കിൾ 355 പറയുന്നത്. അതായത് യൂണിയൻ്റെ ഉത്തരവാദിത്തമാണ് ഒരു സ്റ്റേറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ അഗ്രഷനോ അല്ലെങ്കിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസോ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ആ സ്റ്റേറ്റിൽ ഭരണഘടനാപരമായിട്ടുള്ള രീതിയിലുള്ള ഭരണം കൊണ്ടുപോകാൻ ഗവൺമെൻറ്റിന് പറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് സെൻട്രൽ ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. എന്നാൽ മണിപ്പൂരിൽ ഇത് കൃത്യമായിട്ട് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടും സെൻട്രൽ ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ് ആക്ച്വലി ഓതർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതെന്നും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത ഇക്കോളജി വേഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആശയവുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ചും ഹിമാലയത്തിൻ്റെ ഡെവലപ്മെൻറ്റും ആ വിഷയത്തിൽ കോടതിയുടെ ഇടപെടലുകളും ഒക്കെയാണ് ആക്ച്വലി ഇവിടെ ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അത് ആക്ച്വലി റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റുകളെ വെച്ചുകൊണ്ടാണ് ഓതർ ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി സുപ്രീം കോടതി പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ കോടതികൾ പറയുന്നത് കുറേ കൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് രീതിയിലേക്ക് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകണം. ഈവൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് കണക്കാക്കണം എന്നുള്ള രീതിയിലാണ് കോടതികളെ ചൂണ്ടിക്കാണിക്കുന്നതെന്നാണ് ഓതർ പറയുന്നതായിട്ടുള്ളത്. അതായത് നമ്മളുടെ നല്ല പ്രകൃതിയിൽ അല്ലെങ്കിൽ നല്ല എൻവയോൺമെൻറ്റിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. സ്വാഭാവികമായിട്ടും നല്ലൊരു എൻവയോൺമെൻറ്റിൽ ജീവിക്കുക എന്ന അപകടരഹിതമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ജീവിക്കുക എന്നുള്ളത് വലിയ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് പറയാം. ആ രീതിയിൽ പറയുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് വഴി ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ അല്ലെങ്കിൽ ഇഷ്യൂസ് എന്നൊക്കെ പറയുന്നതിനെതിരെയുള്ളത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് പറയാം. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെൻ്റ് ആണ് സ്റ്റേറ്റ് ഓഫ് തെലങ്കാന ആൻഡ് അതേഴ്സ് വേഴ്സ് മുഹമ്മദ് അബ്ദുൽ ഖാസിം LS എന്ന് പറയുന്ന കോർട്ട് ജഡ്ജ്മെൻറ്റ്. ഇതിൽ ഒരു എക്കോസെൻട്രിക് ആയിട്ടുള്ള വ്യൂ ആണ് എൻവയോൺമെൻറ്റിൻ്റെ മേലെ ആക്ച്വലി കോടതികൾ എടുത്തിട്ടുള്ളത്. അതായത് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് മാത്രമേ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു വ്യൂ ആണ് ഈ ഒരു സ്റ്റേറ്റ് ഓഫ് തെലങ്കാന ആൻഡ് അതേഴ്സ് വേഴ്സ് മുഹമ്മദ് അബ്ദുൽ ഖാസിം LRS എന്ന് പറയുന്നതിൽ നമുക്ക് സുപ്രീം കോടതി എടുത്തതായിട്ട് കാണാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. അതായത് ഇവിടെ ആക്ച്വലി
നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേച്ചർ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓഫ് പ്രൊട്ടക്ഷനാണ്. നേച്ചറിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നേച്ചറിനെ ഒരു ഒബ്ജക്റ്റായി കാണുന്നതിന് പകരം നേച്ചറിനെ ഒരു വസ്തു, അതിന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ ഉള്ള ഒരു വസ്തുവായിട്ടാണ് ആക്ച്വലി കോടതി ഇവിടെ ഒപ്പീനിയൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഈ ഒരു പ്രകൃതിക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങളിൽ നിന്നും പ്രകൃതിക്ക് എൻവയോൺമെൻറ്റ് നിലനിൽക്കാനുള്ള അവകാശം ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് കോടതിയുടെ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നതായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോടതിയുടെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നിലവിൽ ഹിമാലയൻ പ്രദേശത്ത് നടക്കുന്ന ഡെവലപ്മെൻറ്റിനെ കൃത്യമായിട്ടുള്ള എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്, അല്ലെങ്കിൽ കോൺട്രവെൻഷൻ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. കാരണം അവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് നടക്കുവാണ്, പക്ഷേ എൻവയോൺമെൻറ്റിനെ പ്രകൃതിയെ കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ബെസ്റ്റ് ഉദാഹരണം എന്ന് വെച്ചാൽ വലിയ വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, നമ്മുടെ രാജ്യത്തിന് ഇലക്ട്രിസിറ്റി വേണം, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വലിയ ഹൈഡ്രോ പവർ ഇലക്ട്രിക് സ്റ്റേഷൻസ് അവിടെ ഉണ്ടാക്കുവാണ്. സ്വാഭാവികമായിട്ടും എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ടോ അവിടുത്തെ ഹിമാലയൻ റീജിയൻ്റെ വൾണറബിലിറ്റിയെ കുറിച്ചോ ഒന്നും തന്നെ കാര്യമായിട്ടുള്ള ശ്രദ്ധ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇതുകൂടാതെ അവിടെ വലിയ വലിയ റോഡുകൾ ഉണ്ടാക്കുവാണ് ദേശീയ സുരക്ഷ പറഞ്ഞുകൊണ്ട്, ഡെവലപ്മെൻറ്റിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്. അപ്പം ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അസസ്മെൻറ്റ് റിപ്പോർട്ടുകൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ 2023 ഫ്ലഡ്, ഹിമാചൽ പ്രദേശിലുണ്ടായ ഫ്ലഡിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതിൻ്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, അവിടെയുള്ള റാമ്പൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ, പ്രത്യേകിച്ചും റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള പല കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസാണ്, പ്രത്യേകിച്ചും റിവർ ബെഡുകളിലും ഫ്ലഡ് പ്ലെയിനുകളിലും നടത്തിയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസാണ് ഇത്തരത്തിലുള്ള വലിയ ലാൻഡ് സ്ലൈഡിനും മറ്റുമൊക്കെ കാരണമായിട്ടുള്ള, ഫ്ലഡിനും ഒക്കെ കാരണമായിട്ടുള്ളത്. വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പാണ്, സീസ്മിക് സോൺ ആണ്, ഇവിടെ ലാൻഡ് സൈൻ പ്രോൺ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ എൻവയോൺമെൻറ്റിനോ പ്രകൃതിയോ ഒന്നും കൺസിഡർ ചെയ്യാതെയുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസാണ് ഈ വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ 2023 റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ ടീസ്റ്റ റിവറിനെ കുറിച്ച് പഠിച്ചു. കഴിഞ്ഞ വർഷം ടീസ്റ്റ ഡാം തകർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മൺസൂൺ ഫ്ലഡിൽ ടീസ്റ്റ ഡാം തകർന്നു വലിയ ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടായ അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഹിമാലയൻ റീജിയൻ്റെ ആ ഒരു എൻവയോൺമെൻറ്റൽ വീക്ക്നെസ്, അല്ലെങ്കിൽ അത് എത്രമാത്രം വൾണറബിൾ ആണെന്ന് കരുതാതെ നമ്മൾ വെറും ഡെവലപ്മെൻറ്റൽ പെർസ്പെക്റ്റീവിൽ മാത്രം മുന്നോട്ട് പോകുന്നത്, എൻവയോൺമെൻറ്റിനെയും ഇക്കോളജിയും ഒന്നും നോക്കാത്തത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാവുന്നതാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേണം, ഡെവലപ്മെൻറ്റ് ആവശ്യമാണ്, പക്ഷേ അത് നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ, സുസ്ഥിരമായിട്ടുള്ള രീതിയിൽ പ്രകൃതിയെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അല്ലാതെ ജനങ്ങളുടെ താല്പര്യം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ പ്യുവർലി ഡെവലപ്മെൻറ്റൽ താല്പര്യങ്ങൾക്ക് മാത്രമായിട്ട് പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അതായത് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് എപ്പോഴും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് എപ്പോഴും സസ്റ്റൈനബിലിറ്റി ബേസ്ഡ് ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. അതുവഴി ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റിനെ കുറക്കാൻ വേണ്ടിയിട്ടും ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ റെസിലിയൻ്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ചെയ്യാനും നമുക്ക് പറ്റും എന്നുകൂടി ഓർത്തു വെക്കണം തന്നെ. അതായത് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റി നടത്തുന്ന സമയത്ത് ഈക്വാലിറ്റി, ഇക്വിറ്റി, അതുപോലെ തന്നെ എല്ലാ ജനങ്ങൾക്കും ഈക്വൽ ആക്സസ് ഒക്കെ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ആർട്ടിക്കിൾ 20 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ രാജ്യത്തിന് ഓവറോൾ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്, ചില വിഭാഗം ആൾക്കാരുടെ ജീവനും സ്വത്തിനും ഒക്കെ ഭീഷണിയാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൈറ്റ് ടു ഈക്വാലിറ്റിക്ക് വിരുദ്ധമാണെന്നും ആക്ച്വലി പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ലോക്കൽ ഇനീക്വാലിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം ഹിമാലയൻ പ്രദേശത്ത് ഡാം പണിത് അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ആ വൈദ്യുതി ആ ഒരു പ്രദേശത്തുള്ള ആൾക്കാരല്ല ഉപയോഗിക്കുന്നുണ്ടാവുക, മറ്റു പ്രദേശത്തുള്ള ആൾക്കാർ. അപ്പോൾ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ മറ്റു പ്രദേശത്തുള്ള ആൾക്കാരുടെ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രദേശത്തുള്ള ആൾക്കാരെ ദുരന്തത്തിന് വിടുന്നത് ശരിയല്ല, അത് ഇനീക്വാലിറ്റി ആണെന്നാണ് ഓദർ പറയുന്നതായിട്ട്. അതായത് ദരിദ്രരായിട്ടുള്ള ആൾക്കാർ വീണ്ടും ദരിദ്രരാവും, അവരുടെ സിറ്റുവേഷൻ വളരെ മോശമാവുകയും അവർ ദുരന്തത്തിന് വിധേയരാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് ഓദർ ഡെവലപ്മെൻറ്റ് വേണ്ട എന്നല്ല പറയുന്നത്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് മെഷേഴ്സ് എടുക്കണം. കാരണം ഇതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുവഴി നമ്മളുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന അഡ്വേഴ്സ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകളെ പരമാവധി കുറച്ചുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ റെസിലിയൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കണം. അതിനെ സ്റ്റേറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചെയ്യണം എന്നാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് നമ്മൾ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് നോക്കണം. അതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതായിട്ടുള്ളത്. അതായത് നമ്മുടെ രാജ്യം ഒരു ലോവർ മിഡിൽ ഇൻകം കൺട്രിയാണ്. സ്വാഭാവികമായിട്ടും വളരെ ലാർജ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള പോപ്പുലേഷനാണ്, വളരെയധികം ഡെവലപ്മെൻറ്റൽ നീഡ്സ് ഉണ്ട്, ആസ്പിറേഷൻസ് ഉണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസിൻ്റെ പിറകെ പോകുന്ന സമയത്ത് ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്നത് നമുക്ക് മറന്നു കളയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഡിസാസ്റ്റേഴ്സിനെ ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട്, അൺറെഗുലേറ്റഡ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ആണ് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കൂടി കവർ ചെയ്തിട്ട് വേണം ഡെവലപ്മെന്റൽ പ്ലാനിങ്ങും മറ്റുമൊക്കെ നൽകാനായിട്ടുള്ള. അത്തരത്തിൽ വേണം ഇത്തരത്തിലുള്ള ഈ ഡിസാസ്റ്റർ റെസിലിയൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും ചെയ്യാനായിട്ടുള്ളത്. അതായത് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ വികസനം മാത്രമല്ല, എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള വികസനം കൂടിയാണ്. അല്ലാതെ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായതിനു ശേഷം നമ്മൾ പരിതപിച്ചിട്ട് കാര്യമില്ല എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റുകൾ പ്ലാനുകൾ ഉണ്ടാക്കണം, കൃത്യമായിട്ടുള്ള പോളിസികൾ വേണം, ലോ വേണം. ഇത് പ്രത്യേകിച്ചും ഡിസാസ്റ്റേഴ്സിനെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട്, ഡിസാസ്റ്റേഴ്സിൻ്റെ സാഹചര്യങ്ങളെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് വ്യത്യസ്ത ഏജൻസികൾ തമ്മിലുള്ള ഈ ഒരു കൺവേർജൻസ് വേണം. അവർ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസിനെ കൃത്യമായി പ്ലാൻ ചെയ്യണം. അതുമായി അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഡിസാസ്റ്റേഴ്സിനെ നോക്കണം. ഇത്തരത്തിൽ ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള ഡിസാസ്റ്റർ ഉണ്ടാവാൻ സാധ്യതയായിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റൽ ഐഡിയാസ് എടുത്ത് ഫോളോ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എല്ലാ മേഖലകളിൽ നിന്നുള്ള ഗ്രീൻ സിഗ്നൽ കിട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ ആ ഒരു രീതിയിൽ ഓവറോൾ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസിനെ മാറ്റണമെന്നാണ് ഓതർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതെന്നും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് ഡെവലപ്മെൻറ്റിനും ആവശ്യമാണ്, ഡിസാസ്റ്റർ റെസിലിയൻസും ആവശ്യമാണ്. ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്തുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള പോളിസിയും ആക്ഷൻ പ്ലാനും ഒക്കെ വേണം. ഇതിനെ രണ്ടിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ രാജ്യത്തെ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ. അതിന് പോളിസി മേക്കേഴ്സിനെയും പ്ലാനേഴ്സിനെയും സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയുടെ എല്ലാം തന്നെ സഹകരണം ആവശ്യമാണ് എന്നുകൂടി ഓർത്തു വെക്കാം. അടുത്തൊരു വാർത്ത മാലദ്വീപ്സിൻ്റെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാലദ്വീപ്സിൻ്റെ ഈ ഒരു ഷിഫ്റ്റ് ഇൻ പോളിസിയുമായി ബന്ധപ്പെട്ടാണ്. കൂടുതൽ ദി ഹിന്ദ് ന്യൂസ് പേപ്പർ അനാലിസിസിനു വേണ്ടി പ്രതിമാസം 189 രൂപ എന്ന നിരക്കില് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. യൂട്യൂബ് വഴിയും ലേണേഴ്സ് IAS ആപ്പ് വഴിയും ക്ലാസുകൾ കാണാവുന്നതാണ്.